ആകാശത്തിൽ ഇരമ്പിപ്പായുന്ന ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുകയെന്നത് ബിജുവിന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു. എന്നാൽ അന്നത് നടന്നില്ല. ഇപ്പോൾ സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് ബിജു പറശ്ശിനി എന്ന യുവാവ്. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലാണ് ഈ അപൂർവ നിർമ്മിതിയുള്ളത്. ബിജുവിന്റെ ഹെലികോപ്റ്ററിൽ ആർക്കും കയറാം, ഉല്ലസിക്കാം. 6 ദിവസം കൊണ്ടാണ് GI ഷീറ്റ്, മെറ്റൽ പ്ലേറ്റ്, പൈപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് ബിജു ഹെലികോപ്റ്റർ നിർമ്മിച്ചത്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ലാൻഡിംഗ് സ്ക്വിഡ്, പറന്നുയരാൻ സഹായിക്കുന്ന വലിയ പങ്ക, 3 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ്, പൈലറ്റിന് ഹെലികോപ്റ്റർ റൈഡ് ചെയ്യാനുള്ള ഏരിയ എന്നിവയടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. 2004 കാലഘട്ടത്തിൽ വെൽഡിംഗ് ജോലി പഠിക്കാനായി ധർമ്മശാലയിൽ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമുള്ള ഷോപ്പിൽ ജോലി ചെയ്യുമ്പോഴാണ് ബിജുവിന് മെറ്റൽ ആർട്സിന് താല്പര്യം ജനിക്കുന്നത്. അന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വിവിധ മോഡലുകൾ നിർമ്മിക്കുന്നതിനായുള്ള ഫ്രെയിം നിർമ്മിക്കാൻ ഈ ഷോപ്പിൽ വരാറുണ്ടായിരുന്നു. ഈ നിർമ്മിതികളാണ് ബിജുവിനെ മെറ്റൽ ആർട്ടിലേക്ക് എത്തിച്ചത്. തളിപ്പറമ്പ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ മെറ്റൽ ആർട്ട് വർക്കിൽ ബിജു ഒരുക്കിയ പ്രവേശന കവാടം ഏറെ ശ്രദ്ധേയമായിരുന്നു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവ കവാടത്തിനായി നിർമ്മിച്ച ചിത്രശലഭങ്ങളുടെ മെറ്റൽ വർക്കും ഈ കലാകാരന് ഏറെ കയ്യടി നേടിക്കൊടുത്തു. ചെറുതും വലുതുമായ ഒട്ടേറെ മെറ്റൽ ആർട്ട് വർക്കുകളും ബിജു പറശ്ശിനി ചെയ്തിട്ടുണ്ട്. നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് കുറേ മിനി പാർക്കുകളെല്ലാം വരുന്നുണ്ട്. അതിലേക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹെലികോപ്റ്ററിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾ കയറിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി വലുതാക്കിയാലേ സാധിക്കും. ഇപ്പോൾ നിലവിൽ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. 2 സീറ്റിൽ ഒരു ടേബിളടക്കം പിന്നെ സെറ്റ് ചെയ്യാൻ കുറച്ച് റിസ്കിലുകൊണ്ട് പിന്നെ അത് ഞാൻ ഉപേക്ഷിച്ചു. സത്യത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായി. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരിക്കലും പറക്കുന്ന സെറ്റപ്പ് ആക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിത് മൂവ് ചെയ്യിക്കാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ ഫാൻ ഇറക്കാൻ പറ്റും. പിന്നെ ലൈറ്റ്, അതേപോലെ സൗണ്ട് ഇതെല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ കിട്ടും. കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിലാക്കണമെങ്കിൽ വൈദ്യുതി കയറ്റണം. വരും കാലങ്ങളിൽ മെറ്റൽ ആർട്ട് വർക്കുകൾക്ക് പ്രാധാന്യമേറെയാണെന്ന് ബിജു പറയുന്നു. റെസ്റ്റോറന്റായി ഉപയോഗിക്കാൻ സാധിക്കുന്ന വലിയ ബസിന്റെ മാതൃക, മനോഹരമായ ഒരു വൻമരം തുടങ്ങി നിരവധി പദ്ധതികൾ ബിജുവിന്റെ മനസ്സിലുണ്ട്. അമ്മ ജാനകിയും ഭാര്യ അഖിലയും മക്കളായ ആദവും അദ്വിക്കും ബിജുവിന്റെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. സമകാലിക മലയാളം, കാസർഗോഡ്.